വക്കീല് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. നാളെ ഇപ്പോൾ വോട്ടെണ്ണാൻ പോവാണല്ലോ. ചെറിയ പ്രതീക്ഷയുണ്ട്. ചെറിയ പ്രതീക്ഷയാണോ? എങ്ങനെയാണ് ഒരു കണക്കുകൂട്ടലുകളൊക്കെ എങ്ങനെയാണ് പോകുന്നത്? മോശം വരില്ല. ഈ പേരാവൂരിൽ ഇത്തവണ ശക്തമായ മത്സരം നടന്നു എന്ന് LDF-ന്റെ സ്ഥാനാർത്ഥിയും പറയുന്നുണ്ട്. മത്സരം ശക്തമായിരുന്നു. ടീച്ചറല്ലേ സ്ഥാനാർത്ഥി. ഈ UDF-ന് അനുകൂലമായി വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത്തവണ? UDF-ന് പഞ്ചായത്ത് ഇലക്ഷനിൽ കിട്ടിയ മേൽക്കൈയില്ലേ, ജനങ്ങൾക്ക് സർക്കാരിൻ്റെ നയങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വിജയം കൈവരിക്കാൻ സാധിച്ചത്. ശബരിമലയിലെ കൊള്ള നടത്തി കൊള്ളക്കാരെ സംരക്ഷിക്കുന്നു, എല്ലാ അഴിമതിക്കാരെയും സംരക്ഷിക്കുന്നു, അക്രമ രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കുന്നു, ക്രിമിനലുകളെ സംരക്ഷിക്കുന്നു. സമരം ചെയ്ത നിരപരാധികളായ യൂത്ത് കോൺഗ്രസ്, KSU, യൂത്ത് ലീഗ് കുട്ടികളെ തല്ലിച്ചതയ്ക്കുന്നു. മുഖ്യമന്ത്രി അതിനെ രക്ഷാപ്രവർത്തനമെന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നു. ആരോഗ്യ മേഖലയുടെ തകർച്ച, കാർഷിക മേഖലയുടെ തകർച്ച, വന്യമൃഗശല്യത്തിന് പരിഹാരമില്ല, തൊഴിലില്ലായ്മ അതിരൂക്ഷം, ഇതെല്ലാം തന്നെ ജനജീവിതത്തെ സാരമായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. ഇതെല്ലാം വെച്ച് ആളുകൾ ഒരു സർക്കാർ മാറ്റം ആഗ്രഹിക്കുന്നു, അതിനായിട്ട് വോട്ട് ചെയ്തു. അപ്പോൾ നാളെ റിസൾട്ട് വരുമ്പോൾ ഇതിനൊക്കെ പരിഹാരമുള്ള ഒരു സംവിധാനത്തിലേക്കാണ് കേരളം പോകുന്നത്. ഉറപ്പായിട്ടും ഇതിനെല്ലാം പരിഹാരം ഉണ്ടാക്കുന്ന ഒരു ജനകീയ ഗവൺമെൻറ് കേരളത്തിൽ UDF-ൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെടും. ഈ എങ്ങനെയാണ് സംസ്ഥാന തലത്തിലുള്ള ഒരു പ്രതീക്ഷ, എത്ര സീറ്റുകൾ വരെ എന്നുള്ളതൊക്കെ ഇനിയിപ്പോൾ അതെല്ലാം സീറ്റിൻ്റെ കാര്യത്തിൽ, ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിലോ പറയുന്നില്ല. ഏതായാലും ഇതുവരെയുള്ള ഈ എക്സിറ്റ് പോളുകളൊക്കെ UDF-ന് മേൽക്കൈ, അതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ടൊരു ചിത്രം ഉണ്ടാവും. എക്സിറ്റ് പോളിന് മുകളിലേക്ക് വരും. കംഫർട്ടബിൾ മെജോറിറ്റി ഞങ്ങൾക്ക് കിട്ടും. ഈ UDF അധികാരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം വന്നാൽ പൊതുവേ ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം, മുഖ്യമന്ത്രി പദത്തിലൊക്കെ വലിയ ചർച്ചകൾ നടക്കും, തർക്കം നടക്കും എന്നൊക്കെയാണ്. അങ്ങനെയൊന്നും ഇല്ലാതെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും തോന്നുന്നുണ്ടോ? പാർട്ടിയല്ലേ, ചർച്ചകൾ നടക്കും. ചർച്ച നടത്താതെ മുഖ്യമന്ത്രി നിശ്ചയിക്കുകയില്ല. ചർച്ച നടത്തി മുഖ്യമന്ത്രിയെ നിശ്ചയിക്കും. അതിൻ്റേതായ നടപടിക്രമങ്ങളുണ്ട്, അതെല്ലാം പാലിച്ച് മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കപ്പെടും. അങ്ങനെ ഒരു സർക്കാർ വരുമ്പോൾ സണ്ണി ജോസഫിൻ്റെ ആ സർക്കാരിൻ്റെ ഭാഗം എന്തായിരിക്കും? പാർട്ടി തീരുമാനിക്കും എന്താ വേണ്ടത്. പാർട്ടി തീരുമാനം നടപ്പിലാവും. ഏതായാലും വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ചെറിയ പ്രതീക്ഷയിൽ.